എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അഡ്വാൻസായി നേരുകയാണ്. മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുഭദിനത്തിൽ നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്ന് നിറയാൻ സഹായിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഈ പറഞ്ഞ തിരുവോണ ദിവസം മാത്രമല്ല, വരുന്ന ഒരു വർഷം വരെ നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു കൈനീട്ടമായി ഇത് നിങ്ങൾക്ക് മാറിയേക്കും. കാരണം മഹാബലി എന്ന ആ നാമം അന്വർത്ഥമാക്കുന്നത് തന്നെ കള്ളവുമില്ല, സത്യവുമില്ല. അങ്ങനെ ഒരു കാലമായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം. ഇത് കുറച്ചുകൂടി ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ യഥോ രാജ തഥോ പ്രജ. ഇതാണ് ആ ഒരു വൈബ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. തിരുവോണ നാളിൽ നാം വാങ്ങുന്ന, അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു കൈനീട്ടം, അത് നമ്മുടെ ഒരു വർഷം മുഴുവനുമുള്ള സാമ്പത്തിക വളർച്ചയെ ഗണ്യമായി സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ തിരുവോണ ദിവസം ആരായിക്കോട്ടെ, ഒരു വ്യക്തി നിങ്ങളുടെ നേരെ നീട്ടുന്നത് ഒരു രൂപയായാലും 1000 രൂപയായാലും എത്ര രൂപയായാലും ശരി, ആര് തരുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആരെ തന്നാലും അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുക എന്നതാണ് തിരുവോണ ദിവസത്തെ നിങ്ങളുടെ ദൗത്യം. പറയാൻ കാരണം, ഈ പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ പണത്തെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കൈനീട്ടം കണ്ണുമടച്ചു വാങ്ങണമെന്ന് മുതിർന്ന ആളുകൾ പറയാറുള്ളത്. എന്നാൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കൈനീട്ടം സ്വീകരിക്കാനായാൽ അവിടെ പണം മാത്രമല്ല ലഭിക്കുക, അവരുടെ കൈപുണ്യം കൂടിയാണ് നിങ്ങളിലേക്ക് കൈമാറുക. അതിൻ്റെ ഫലമായി ലക്ഷ്മി കടാക്ഷവും ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നാളെ തിരുവോണ നാളിൽ ഏതൊക്കെ നക്ഷത്രക്കാരിൽ നിന്നാണ് നിങ്ങൾ കൈനീട്ടം വാങ്ങേണ്ടത്, എങ്ങനെയാണ് ആ കൈനീട്ടം സൂക്ഷിക്കേണ്ടത്, ഈ 2 പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ കൈനീട്ടം നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസമോ 2 ദിവസമോ അല്ല. ഈ നക്ഷത്രക്കാരിലേക്ക് പോകുന്നതിന് മുൻപ് നാളെ തിരുവോണ നാളിൽ പുലർച്ചെ തന്നെ ഉദയാസ്തമന പൂജ ആരംഭിക്കുന്നതായിരിക്കും. അതിലേക്ക് ഇതുവരെ പേരും ജന്മനക്ഷത്രവും ചേർക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ദയവായി കമൻറ്റ് ബോക്സിൽ വളരെ വ്യക്തവും കൃത്യവുമായി നക്ഷത്രവും പേരും നടന്നു കിട്ടേണ്ട കാര്യങ്ങളും ചേർത്ത് ഒരു മെസ്സേജ് ഇട്ടേക്കുക. അത് ഞാൻ തത്സമയം നോക്കിയില്ലെങ്കിലും പിന്നീട് സമയം ലഭ്യമാകുന്നത് അനുസരിച്ച് ലിസ്റ്റിലേക്ക് പകർത്തിയെടുത്തോളാം. ഈ ഉദയാസ്തമന പൂജയുടെ പ്രത്യേകത എന്തെന്നാൽ ഉദയം മുതൽ അസ്തമനം വരെ ഇടമുറിയാതെ നിലവിളക്ക് തെളിച്ചു വെച്ചുകൊണ്ടാണ് ഈ പൂജകൾ ചെയ്തു പോരുന്നത്. അതിനാൽ അതിൽ പേരും ജന്മനക്ഷത്രവും നടന്നു കിട്ടേണ്ട കാര്യങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആഗ്രഹസാഫല്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ തിരുവോണ ദിവസം ഏറ്റവും കൂടുതൽ കൈപുണ്യമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇവരിൽ നിന്ന് കേവലം 1 രൂപയെങ്കിലും നാളെ പുലർച്ചെ മുതൽ ഉച്ചയ്ക്ക് 11 മണിക്കുള്ളിൽ കൈനീട്ടം മേടിക്കാനായാൽ അത് അത്യുത്തമമായിരിക്കും. അത് കഴിഞ്ഞിട്ടും കൈനീട്ടം വാങ്ങിയാലും കുഴപ്പമില്ല. ഏറ്റവും ഉത്തമമായ സമയം പുലർച്ചെ സൂര്യോദയത്തിന് ശേഷവും പന്തിരടി പൂജ കഴിഞ്ഞ സമയവും, അതായത് ഏകദേശം 11 മണിക്ക് മുൻപ്. ഈ 11 മണിക്കുള്ളിൽ നിങ്ങൾ കൈനീട്ടം സ്വീകരിച്ചിരിക്കണം. ഇതിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രം, ലക്ഷ്മി ദേവിയുടെയും ശ്രീകൃഷ്ണൻ്റെയും പ്രീതി ലഭിച്ച നക്ഷത്രമാണ് ഈ പറഞ്ഞ രോഹിണി. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങുന്നത് നിങ്ങളുടെ തൊഴിലിലും ബിസിനസ്സിലും വൻ വളർച്ച ഉറപ്പായിട്ടും ഉണ്ടാക്കി വയ്ക്കും. അടുത്തത് പൂയം നക്ഷത്രം, ദേവഗുരുവായ ബൃഹസ്പതിയുടെ നക്ഷത്രമാണിത്. ഏറ്റവും ഐശ്വര്യപ്രദമായ ഈ നക്ഷത്രക്കാരിൽ നിന്ന് 1 രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിച്ചാൽ നിലവിലുള്ള കടബാധ്യതകൾ പരിപൂർണമായി മാറിപ്പോയില്ലെങ്കിൽ പോലും വളരെ വലിയൊരു ആശ്വാസം ഉണ്ടാകും. കടബാധ്യതകൾ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അനുദിനം സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. മൂന്നാമത്തെ നക്ഷത്രം അത്തം, ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും പ്രത്യേകമായ അത്തം നക്ഷത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ കൈനീട്ടം, അത് നിങ്ങളുടെ കയ്യിലിരുന്ന് പണത്തെ പെരുകിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കൈനീട്ടം മേടിക്കണം. അടുത്ത നക്ഷത്രം തിരുവോണം, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കാനായാൽ
അത് നിങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കും, അതായത് മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, പിന്നീടുള്ള ദിവസങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ്. അവസാനത്തെ നക്ഷത്രമായി കിട്ടിയിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ കൈകളിൽ നിന്ന് ലഭിക്കുന്ന നാണയം അത് ധനസമ്പാദനത്തിനുള്ള ഏറ്റവും വലിയ ഒരു വഴിയായിരിക്കും നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ഇതൊരു വിശ്വാസമാണെങ്കിലും ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഇത് അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനായാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രത്യേക ലെവലിലേക്ക് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രത്തിലുള്ള മുതിർന്നവരോ മാതാപിതാക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നിങ്ങൾ ഈ കൈനീട്ടം സ്വീകരിക്കേണ്ടത്. താഴ്ന്നിടത്തേക്കല്ലേ നീരൊഴുകൂ എന്ന് പറഞ്ഞതുപോലെ അവരുടെ കാൽ തൊട്ട് വന്ദിച്ച് കൈനീട്ടം മേടിക്കുക. അതോടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അതും കിട്ടി, കൈനീട്ടവും കിട്ടി. ഇനി അടുത്തതായി പറയുന്നത് നമുക്ക് ലഭിച്ച ഈ കൈനീട്ടം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ഇത് വാങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചത് കൊണ്ട് കാര്യമായില്ല. ഈ തിരുവോണ നാളിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ നിന്നോ മറ്റു മുതിർന്നവരിൽ നിന്നോ ആരിൽ നിന്നായാലും കൈനീട്ടം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വലത് കൈ കൊണ്ടായിരിക്കണം മേടിക്കേണ്ടത്. അവർ തരുന്നതും വലത് കൈ കൊണ്ട് തന്നെ ആയിരിക്കും. ഇനി ഒരു പക്ഷേ അവർ ഇടത് കൈ കൊണ്ട് തന്നാലും അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നിർബന്ധമായും വലത് കൈത്തലം കൊണ്ടായിരിക്കണം സ്വീകരിക്കേണ്ടത്. വലത് കൈയിലാണ് മഹാലക്ഷ്മി വാഴുന്നത് എന്നതുകൊണ്ടാണിത്. അതിനെ തുടർന്ന് അതിൽ മഞ്ഞൾപ്പൊടിയോ തുളസിയിലയോ ഒന്ന് തൊടുവിച്ച്, അതായത് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിഞ്ഞുപോയാൽ മതി. ഇങ്ങനെ ഒഴിയുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ചെയ്യാൻ. ആ സമയത്ത് ആത്മാർത്ഥമായി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം. അതിനുശേഷം ഈ നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഈശാനക്കോൺ എന്നാൽ വടക്ക് കിഴക്ക് ദിശ ഒരു സുവർണ്ണ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. സുവർണ്ണ തുണി കിട്ടിയില്ലെങ്കിൽ മാത്രം മഞ്ഞപ്പട്ട എടുത്താലും മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പണം ഒരു കാരണവശാലും ചെലവാക്കി കളയാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ ധനത്തെ ആകർഷിക്കുന്ന ഒരു മണി മാഗ്നറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ചെലവഴിച്ച് കളയാൻ പാടുള്ളതല്ല. മാത്രമല്ല, ഈ രീതിയിൽ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിനാൽ ഈ തിരുവോണ നാളിൽ സന്മനസ്സോടുകൂടി നന്മ മാത്രം ആഗ്രഹിച്ച് ഈ വിശേഷപ്പെട്ട പ്രവൃത്തി നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞ് തുളുമ്പി വർഷം മുഴുവനും നിൽക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളകരമായിട്ടുള്ള തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.